പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് നമുക്ക് ജനിക്കും പോലെയുള്ളൊരു സന്തോഷം. എത്രയോ ചെറിയ ചെറിയ മക്കളെ ഈ ഖബർസ്ഥാനിൽ മറവ് ചെയ്തിട്ടുണ്ട്. എത്രയോ ചെറിയ മക്കളെ പ്രസവിച്ച ഉടനെ അല്ലെങ്കിൽ കുറച്ചങ്ങ് എത്തിയിട്ട് വയറ്റും തന്നെ. എന്നാൽ ചെറിയ മക്കളെ നമ്മിൽ നിന്ന് പിരിയും പോലെയുള്ള ഒരു പ്രയാസം, ഒരു വേദന മുഅ്മിനായ മനുഷ്യന്റെ ഖൽബില് ഈ റമദാന് പിരിയുമ്പോൾ ഉണ്ടാകും. പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനു ശരീഫ് നമ്മിൽ നിന്ന് യാത്ര ചോദിക്കുമ്പോൾ ഒരു ദുഃഖം, ബൈനൽ ഖൗഫി വറജാ, ഒരു പ്രയാസത്തിന്റെയും ഒരു പ്രതീക്ഷയുടെയും ബേജാറിന്റെയും ഇടയിലായിരിക്കും മുഅ്മിനായ മനുഷ്യനുണ്ടാവുക. ഏത് അമലാണ് പടച്ചോനെ എന്റേത് സ്വീകരിച്ചിട്ടുള്ളത്, തള്ളിയിട്ടുണ്ടോ കൊണ്ടിട്ടുണ്ടോ എന്നൊരു ആശങ്കയുടെ വല്ലാത്തൊരു പ്രയാസത്തിലായിരിക്കും മുഅ്മിനീങ്ങളായ ആളുകൾ ഉണ്ടാവുക എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അവര് വിങ്ങിപ്പൊട്ടുകയാണ്. റമദാൻ 27-ാം രാവോടുകൂടെ അവസാനിച്ചിട്ടില്ല. റമദാനിന്റെ അവസാനത്തെ പകലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലി ചെയ്താൽ കൂലി തരുന്ന ദിവസങ്ങൾ അവസാനാണല്ലോ എല്ലാത്തിനും കൂലി തരല്. പണി കഴിഞ്ഞിട്ടാണല്ലോ നമുക്കെല്ലാം ശമ്പളം തരാറുള്ളത്, അല്ലെങ്കിൽ കൂലി നൽകാറുള്ളത്. പരിശുദ്ധമായ റമദാനു ശരീഫിന്റെ അവസാനം അതാണ് നമുക്കെല്ലാം കൂലി നൽകുന്ന, എല്ലാം തീർപ്പ് കണക്കൊക്കെ ക്ലിയറാക്കി തരുന്ന ദിവസങ്ങൾ. പ്രത്യേകമായി ഇനിയും ശ്രദ്ധിക്കണം. വരുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ ബാക്കിയുള്ളത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാരെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വ നേടിയോ ഇല്ലേ എന്ന ഒരു വിചിന്തനം. എല്ലാ വെള്ളിയാഴ്ചയും എന്തിനാണ് ഇങ്ങനെ ജുമുഅക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പരിശുദ്ധ ദീന് കൽപ്പിച്ചത്? വെള്ളിയാഴ്ച വന്നിട്ട് ഉപദേശാണ് കാര്യമായി ഖത്വീബ് മിമ്പറിൽ കയറിയിട്ട് ഉണർത്തുന്നത്. അതതിന്റെ പ്രധാനപ്പെട്ട നിർബന്ധമായ ഒരു ഘടകമാണ്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്യണേ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. ഏത് രഹസ്യത്തിലും പരസ്യത്തിലും ആരും കാണില്ലെങ്കിലും എല്ലാം കാണുന്ന റബ്ബ് നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് ട്ടോ എന്ന ഒരു വലിയ മെസ്സേജാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വെള്ളിയാഴ്ചയും നൽകാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. ആഴ്ചയിൽ നമ്മളെങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത്? പരിശുദ്ധ റമദാനിന്റെ വലിയൊരു മെസ്സേജ്. കൊല്ലത്തിൽ റമദാനെ നമുക്ക് തരുന്നത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ കറകളൊക്കെ ഒന്ന് കളഞ്ഞ് റബ്ബിലേക്ക് അടുത്ത് തഖ്വ ചെയ്ത് ജീവിക്കാൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങളോട് പട്ടിണി കിടക്കാൻ പറഞ്ഞത്, അധ്വാനിക്കാൻ പറഞ്ഞത്, ഉറക്കൊഴിക്കാൻ പറഞ്ഞത്, രാവിനെ പകലാക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് സ്വതക്ക ചെയ്യാൻ പറഞ്ഞത്, എല്ലാം റബ്ബ് കൽപ്പിച്ചത് നിങ്ങളെ ഖൽബ് ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതം തഖ്വയുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ്. കൊല്ലത്തിൽ ഒരു മാസം അങ്ങനെ തന്നിട്ട് പിന്നെയും അതിന്റെ ഓർമ്മ എന്നെന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ വിളിച്ചുവിട്ടാണ് പള്ളികളിലേക്ക്. നിങ്ങളോട് തഖ്വ കൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കോ, അവർക്ക് ഉപകാരം ഉണ്ടാകും എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനു ശരീഫിന്റെ അവസാനത്തെ റമദാനാണ് എന്നാണ് ഞാൻ കരുതേണ്ടത്, നമ്മിൽ ഓരോരുത്തരും കരുതേണ്ടത്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാള് മയ്യത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ജനാസ കിടക്കാണ്. ആ ജനാസന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ചോദിക്കാൻ, ഇത് ആരെ ജനാസയാണ്? ഇത് എന്റെ ജനാസ തന്നെയാണ്, എന്റെ മയ്യത്ത് തന്നെയാണ്. ഓ, അയാളൊന്ന് ഞെട്ടിപ്പോയി. പടച്ചോനെ, എന്തൊരു വർത്താനാണ്! ഏത് മരണം കാണുമ്പോഴും പടച്ചോനെ, ഇത് ഞാനും മരിക്കാനാണ്, അടുത്ത നിമിഷം ഞാനാണ് എന്ന ഒരു ചിന്തയാണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അവിടെ കൈമാറിയത്. റമദാനു ശരീഫ് പള്ളി ഇവിടെ ഉണ്ടാകും അടുത്ത കൊല്ലവും ഇൻഷാ അല്ലാഹ്. നമ്മൾ ആൾക്കാരുണ്ടാവും, ചില ആളുകളൊക്കെ ഉണ്ടാകും, പക്ഷെ ഞാനുണ്ടാകുമോ എന്നറിയില്ല. ഈ മിമ്പർ ഇവിടെ ഉണ്ടായേക്കാം, ഇവിടെ ഉണ്ടാകുന്ന പലതും ഇവിടെ ഉണ്ടാകും, പക്ഷേ അതെല്ലാം കാണാൻ, റമദാനിനെ സ്വീകരിക്കാൻ, ആസ്വദിക്കാൻ ഞാനുണ്ടാകും
ഉണ്ടാകുമെന്നറിയില്ല, നമ്മളുണ്ടാകുമെന്നറിയില്ല. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ ദീന് നമ്മളോട് കടമകൾ, കടപ്പാടുകൾ പലതും നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പാവങ്ങളുടെ വേദന അറിയാൻ, വിശപ്പിന്റെ കാഠിന്യം അറിയാൻ, ഫലസ്തീനിലെ മക്കൾ അനുഭവിക്കുന്ന ബേജാർ എന്താണ് നമുക്ക് ശരിക്കും മനസ്സിലാകും. ഈ ചൂടുള്ള സമയത്ത് ചില ദിവസം നമുക്ക് നല്ലോണം ക്ഷീണം പിടിച്ചുപോയി. വല്ലാത്ത ക്ഷീണാണിന്ന്, എന്തോ ഒരു വിശപ്പ്, അത്താഴത്തിനൊന്ന് വെള്ളം കുടിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങിപ്പോയതാണ്, എന്തോ ഒരു കഷ്ടം. പടച്ചോനെ, ക്ഷീണം കൊണ്ട് ഇന്ന് എണീക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ കഴിയാതായപ്പോ, അത്താഴത്തിന് ലഭിക്കാതായപ്പോ, ഒന്ന് ഉറക്ക് അധികമായിട്ട് സുബഹിയായി പോയപ്പോ അന്നത്തെ പകല് സഹിക്കാൻ കഴിയുന്നില്ല. പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങള് നോമ്പ് മുറിക്കാനില്ലാതെ, പടച്ചോനെ ഒന്ന് കിടന്നുറങ്ങാനില്ലാതെ, അത്താഴം കഴിക്കാനില്ലാതെ, ഒരു മുറുക്ക് വെള്ളം, നേരാവെള്ളം ഒന്ന് ശുദ്ധമായതുപോലും ലഭിക്കാൻ കഴിയാതെ ബേജാറിലാ മുഅ്മിനേ. നമ്മൾ അറിഞ്ഞു അവരുടെ വേദന എന്താണെന്ന് അല്പം മാത്രം, വളരെ അല്പം മാത്രം. നോമ്പിന്റെ ലക്ഷ്യം അതുമാത്രമാണെന്നല്ല സൂചിപ്പിച്ചത്. പാവപ്പെട്ടവന്റെ പശി എന്താണ്, അവന്റെ വേദന എന്താണ്, അവന്റെ വയറിന്റെ വിളിയാളം എന്താണെന്ന് ഓരോ മനുഷ്യനും അറിയണമെന്നു കൂടിയുണ്ട്. ഈ നോമ്പൊരു വിചിന്തനമാണ്, നമ്മളെ ശരീരത്തോടുള്ളൊരു ചോദ്യമാണ്, നാളത്തേക്കുള്ള ചിന്തയാണ്. അതാണ് റമദാൻ കഴിയുമ്പോഴേക്ക് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഈ നാട്ടിലെ അതേ സാധാരണമായ ഭക്ഷണമാകുന്ന ധാന്യം എന്താണോ, ആ ധാന്യത്തിൽ നിന്ന് ഓരോ വ്യക്തിയുടെയും എണ്ണത്തിനനുസരിച്ച് ഒരു സ്വാ അരി വിതരണം ചെയ്യുമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചത്. ഓരോരുത്തരുടെയും പേരിൽ ആരാണോ പെരുന്നാളിന്റെ മുന്നത്ത് മഗ്രിബിന്റെ മുന്നായി കൊണ്ട് ഇവിടെ ഏതൊരു കുഞ്ഞാണോ ജനിച്ചു വീണിട്ടുള്ളത്, പെരുന്നാൾ ഇന്ന് മഗ്രിബ് കഴിഞ്ഞാൽ പെരുന്നാളാണ്, അതിന്റെ തൊട്ടുടനെയായി പ്രസവിച്ചിട്ടുണ്ട് കുഞ്ഞ്. ആ കുഞ്ഞ് റമദാനിന്റെ അവസാനവും പെരുന്നാളിന്റെ തുടക്കത്തിലുമുണ്ട്. ഉടനെ തന്നെ മരിച്ചുപോയാലും ആ കുഞ്ഞിന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഏതൊരുത്തനായി ഈ സമയത്ത് ഹയാത്തിലുണ്ടോ അവന്റെ പേരിലെല്ലാം ഫിത്ർ സക്കാത്ത് നൽകണം. അത് ധാന്യം തന്നെ നൽകണം, കാശ് നൽകിയാൽ പറ്റില്ല. ശാഫിഈ മദ്ഹബാണ്. അങ്ങനെ ഓരോരുത്തരും പാവപ്പെട്ടവനിലേക്ക്, മിസ്കീന്മാരിലേക്ക് നമ്മുടെ ധാന്യത്തിൽ നിന്നൊരു വിഹിതം എത്തിച്ചു കൊടുക്കണം എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുകയാണ്. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, കടമ്പകൾ വിട്ട് കടക്കാനുണ്ട്. ഏതാണ് ആ കടമ്പ എന്നറിയോ? അത് പാവങ്ങളെ സഹായിക്കുന്നതിലൂടെ നേടിയെടുക്കാനുള്ളതാണ്. മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകലാണ്. പാവങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ നാട്ടില്, അവരിലേക്ക് എത്തിച്ചു കൊടുക്ക്. നാട്ടിലൊരാമില്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക് കൈമാറിക്കോ. അതെ, അത് നമ്മളെ കൈകളെ കൊണ്ട് തന്നെ കൊടുക്കാൻ തയ്യാറാകണം. ഒരാളുടെ തലയിൽ, ഒരാളുടെ വ്യക്തിയുടെ പേരിൽ 200-2003 കിലോനോളം വരുന്ന തൂക്കത്തില്, 2800 എന്ന കണക്കില്, 3200 മില്ലി ലിറ്റർ കണക്കിലാണെങ്കിൽ അങ്ങനെയും തൂക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻറ്റ് വരാം. 3200 മില്ലി ലിറ്റർ, 2800, അത് ഏകദേശം ഒരിയുടെ വ്യത്യാസത്തിൽ തൂക്കം അങ്ങോട്ടും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് 3 കണക്കാക്കിയിട്ട് തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഓരോരുത്തരുടെ പേരിലും നമ്മളെ കൈകളെ കൊണ്ട് തന്നെ സാധുക്കളിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അതാണ് ഏറ്റവും ബെറ്റർ, അതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത്. അത് പെരുന്നാളിന്റെ മഗ്രിബ് മുതൽ ആരംഭിക്കുന്നതാണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുന്നേ തന്നെ കൊടുത്തു വിട്ടലാണ് ഏറ്റവും പുണ്യം. അന്നത്തെ പെരുന്നാളിന്റെ മഗ്രിബിന്റെ മുന്നേ എന്തായാലും കൊടുത്തു വീട്ടുകയും വേണം. വലിയ ഫضലുള്ള കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. പാവങ്ങളിലേക്ക് നമ്മുടെ ധാന്യം തന്നെ എത്തിച്ചേരേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് വലിയ ഇജാബത്ത് നൽകുന്ന ദിവസമാണത്. അതിന്റെ ഒരു പൂർത്തീകരണമാണത്, റമദാനിന്റെ പൂർത്തീകരണമാണത്. ആരെങ്കിലും വിദേശത്തുള്ളവരുണ്ടെങ്കിൽ അവരവിടെ കൊടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം.
പെരുന്നാളിന്റെ തുടക്ക സമയം ഏത് നാട്ടിലാണോ നമ്മളുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് എന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളലായ രൂപം. യാത്രക്കാരൻ യാത്രയിൽ പെരുന്നാളിന്റെ സമയത്ത് ഏത് നാട്ടിലാണോ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൊടുക്കാൻ സൗകര്യമില്ല, ആളെ കിട്ടാനില്ല. ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഞങ്ങൾ അങ്ങനത്തെ ഒരു ഹാലിലാണ് എങ്കിൽ വക്കാലത്താക്കാൻ പറ്റും. ഗൾഫിലുള്ള കുറെ സുഹൃത്തുക്കൾ ഉണ്ടാകും, അവിടെ കൊടുക്കാൻ ആരും കിട്ടണില്ല. ഇവിടെ ആരുമില്ല ഉസ്താദെ, വലിയ ബേജാറ്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവർ പലരും ഉണ്ടാകും. അടുത്ത റൂമിലോ ജോലിക്കാരോ പലരും ഉണ്ടാകുമല്ലോ. അവിടെ ധാന്യം വാങ്ങി കൊടുത്താൽ ഒരാളുടെ പേരിൽ 3 കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാൽ മതി, കഴിഞ്ഞല്ലോ. ഇല്ല, സൗകര്യം കഴിയുന്നില്ല എന്നാണെങ്കിൽ പിന്നെ വക്കാലത്താക്കിയിട്ട് നാട്ടിലൊക്കെ ഏൽപ്പിക്കുക, കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും ചെയ്യാൻ. എന്റെ നിർബന്ധമായ ഫിത്ർ സക്കാത്തിന്റെ ധാന്യം നീ എന്റെ നാട്ടിൽ കൊടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞ് വക്കാലത്താക്കിയിട്ട് തന്നെ ഇവിടെ കൊടുത്ത് വീട്ടാൻ നിങ്ങൾ ഉത്സാഹിക്കണം. ഇത് ദേശത്തുള്ള ജോലി ചെയ്യുന്ന മക്കളോടൊക്കെ വിളിച്ചിട്ട് ഈ കാര്യം നല്ലോണം ഉണർത്തുകയും ബോധം കൊടുക്കുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വക്കാലത്താക്കാതെ വാപ്പ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു വീട്ടി അല്ലെ ഞാൻ കൊടുത്തുകണം കേട്ടോ എന്ന് പറഞ്ഞത് കൊണ്ട് വീടുകയും ഇല്ല. അത് അവരെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കുകയോ ബോധം കൊടുക്കുകയോ ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടമ്പ കടക്കാൻ, നരകത്തെ തൊട്ട് വിട്ട് കടക്കാൻ, സിറാത്ത് പാലം വിട്ട് കടക്കാൻ, ആഖിറത്തിന്റെ ഓരോരോ ഘട്ടങ്ങളും രക്ഷപ്പെടാൻ പടച്ചോനെ തന്ന ഒരു വഴിയാണ്, നമുക്ക് തന്ന ഒരു മാർഗമാണ്. പാവങ്ങളെ സഹായിക്കല്, ഭക്ഷണ വിതരണം ചെയ്യല്. അൽഹംദുലില്ലാഹ്, റമളാൻ 1 മുതൽ ഇവിടെ എന്നല്ല പല ദിക്കുകളിലായി റമളാനിന്റെ നോമ്പ് മുറിപ്പിക്കാൻ സഹായിച്ചവര് ഓരോരുത്തരെയും പേര് പറയുന്നില്ല. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. എത്ര മുഅ്മിനീങ്ങളാ നോമ്പ് മുറിപ്പിച്ചത്. അത് വലിയ പ്രതിഫലമുള്ളതാ മുഅ്മിനീങ്ങളെ. അത് നമ്മുടെ നരകത്തെ തൊട്ട് കാവൽ തേടുന്നതാണ്. ഇത്തഖിന്നാർ, ഈ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. വലോ ബിശഖി തംറ, നീ ഒരു കാരക്ക ചീള കൊണ്ടെങ്കിലും നീ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണേ. അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ അവസാനത്തെ സമയം നമ്മളെ സീറ്റുറപ്പിക്കാനാ മുത്തുനബി നമ്മളോട് പറഞ്ഞത്. സ്വർഗത്തിൽ സീറ്റുറപ്പിച്ചോ, നരകത്തിൽ നിന്ന് കാവല് തേടിക്കോ. ഭയാനകമല്ലേ നരകം, ഭയാനകമല്ലേ നരകം. അൻഫുസകും വഅഹ്ലീകും നാറാ. പരിശുദ്ധമായ ഖുർആൻ എത്ര സ്ഥലത്താ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഓ അൻഫുസകും, നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിക്കണേ. വഅഹ്ലീകും, നിങ്ങൾ ഒറ്റക്ക് പോരാ, നിങ്ങളെ കുടുംബവും നന്നാകണം. നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. ഭയാനകമാണ് കേട്ടോ നരകം. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്റെ പച്ചിറച്ചിയും കല്ലുകളുമാ. മുഅ്മിനേ, ഈ നാട്ടിലെ തീയിൽ കല്ലിട്ടാൽ കത്തിക്കരിയുമോ? ഈ നാട്ടിലെ തീയിൽ കല്ലിട്ടാൽ കത്തിക്കളയുമോ? ഇല്ലല്ലോ. അപ്പോൾ കല്ല് കരിയുന്ന തീ എങ്ങനത്തെ തീയാ? എത്ര ഭയാനകമാ! അതിന്റെ ചൂടെത്ര കാഠിന്യമുള്ളതാ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദുനിയാവിലെ തീ, അത് നരകത്തിലെ തീയിന്റെ 70 അംശമാണ്. ആ തീയിന്റെ അംശം അത് തന്നെ 2 തവണ കഴുകിയിട്ടാണ്, വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളത്. നാറു
ബഅദുകും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം ഫളുരിബത് ബിൽ ബഹരി മർറതൈൻ. 2 തവണ കടലിൽ മുക്കിയിട്ടാ ഈ തീയിനെ നമുക്ക് തന്നിട്ടുള്ളത്. കത്തിച്ച കനലിൽ നമ്മൾ വെള്ളം ഒഴിക്കാറില്ലേ? ഒഴിച്ചാലും അല്പം ഇങ്ങനെ പുകയാറില്ലേ? അതേ, കത്തിയാളുന്ന നരകത്തിൽ നിന്നുള്ള ചെറിയ ഒരു ജുസ് 70-1 അതുതന്നെ 2 തവണ വെള്ളം കൊള്ളിച്ചത് അതാ ഭൂമിയിലേക്ക് ഇറക്കിയത്. വലൗലാ ദാലിക മൻതഫഅ ബിഹാ അഹദാ. അങ്ങനെയല്ല ഇവിടെ ഇറക്കിയതെങ്കിൽ ഉമ്മമാർക്ക് തൊടാൻ കഴിയൂല, പാകം ചെയ്യാൻ കഴിയൂല, തീ കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂല. ദുനിയാവിലെ തീ തന്നെ പല കാറ്റഗറിയിലല്ലേ? ലാവ പൊട്ടി ഒലിക്കുന്നത് കണ്ടിട്ടില്ലേ? ചിത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ ലാവ ഒലിച്ചു വരുന്ന ഇടമൊക്കെ എങ്ങനെയാ ആയിത്തീരുന്നത് മുഅ്മിനേ? എത്ര കാഠിന്യമുള്ള തീയാണത്! പർവ്വതങ്ങളെ ഉള്ളിൽ നിന്ന് പൊട്ടുന്നതാണ്, ചൂട്ട് പൊഴുത്തിട്ട് പൊട്ടി ഒലിക്കുന്നതാ. പർവ്വതം വിസ്ഫോടനങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടതാ. കല്ല് കരിയും എന്ന് പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്. നരകത്തിന്റെ തീയിലിട്ടിട്ട് കല്ലിനെ കരിക്കുന്നുണ്ട്. എന്തൊരു കാഠിന്യമായിരിക്കും ഇത്! പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് തിളച്ച് പുറത്തേക്ക് വരികയാ. ദുനിയാവിലെ തീയാണേ, ലാവന്റെ അടുത്ത് നിൽക്കാൻ കഴിയൂല. അതിന്റെ മുകളിലൂടെ പറവ പാറിയാ തന്നെ നിലത്തു വീണു പോകും, കരിഞ്ഞു പോകും. അത്രമേല് കാഠിന്യമാ. പേടിക്കണേ, നരകത്തെ കുറിച്ച് ചിന്തിച്ച് കരയണേ. നാറു ജഹന്നമ അശദ്ദു ഹർറാ. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. അതിന് വല്ലാത്ത ചൂടാണ്. നിങ്ങളത് മനസ്സിലാക്കുകയാണെങ്കിൽ സഹിക്കാൻ കഴിയൂലട്ടോ. ഖുർആനിന്റെ ഭാഷയാ മുഅ്മിനേ. പ്രിയപ്പെട്ടവരെ, നരകക്കാരന് ആദ്യമായി അല്ലാഹ് പേടിപ്പിക്കുന്നത് അവൻ നരകത്തെ കണ്ണിൽ കാണിപ്പിച്ചിട്ടാണ്. നരകത്തെ കാണിപ്പിച്ചിട്ടാണ്. നരകം മുന്നിൽ ഇങ്ങനെ കാണുമ്പോ അവൻ എത്ര ഭീതിയിലായി തീരുമെന്നറിയോ? തൂക്കുകയറ് വിധിച്ച ഒരു കുറ്റവാളി അവന്റെ മുമ്പിൽ കൊലക്കയറ് കാണുമ്പോ അവന് പിന്നെ ഉറക്ക് വരുമോ? ചിരിക്കാൻ കഴിയുമോ? തിന്നാലിറങ്ങുമോ? നരകക്കാരനാണെന്നുള്ള വിധിയെഴുത്ത് കഴിഞ്ഞാൽ ഇടത് കൈയിൽ കിതാബ് നൽകപ്പെട്ടാൽ, മുഖം കറുത്തവനായി രൂപപ്പെട്ടാൽ അവന് ബേജാറ് കുടുങ്ങിപ്പോയി. നരകത്തെ കൊണ്ടുവരുന്നുണ്ട്, തൊളിച്ചു കൊണ്ടുവരുന്നുണ്ട്. വജീഅ യൗമഇദിൻ ബിജഹന്നം. ഒരു ദിവസമുണ്ട്, അന്ന് നരകത്തെ കുടിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാ. അതിന് 70,000 കടിഞ്ഞാളുകളുണ്ട്. 70,000 കടിഞ്ഞാണിൽ, ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുണ്ട് മുഅ്മിനേ. ആ മലക്കുകളാ വലിച്ചു കൊണ്ടുവരുന്നത്. നരകത്തെ കെട്ടി വലിച്ചു കൊണ്ടുവരികയാ. നരകത്തിന് അട്ടഹാസമുണ്ടേ, അതിന്റെ ഭയാനകമായ ശബ്ദമുണ്ടേ. അതിന്റെ ആളുകളെ സ്വീകരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ആർത്ത് കരയുന്നുണ്ട്. ഈ ഭയാനകമായ രൂപത്തിലുള്ള കൊണ്ടുവരൽ തന്നെ നരകക്കാരെ പേടിപ്പിക്കുന്നുണ്ട്. അത് കാണുമ്പോ തന്നെ ഉരുകി ഒലിക്കുന്നുണ്ട്. ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين. അവരെ കൺമുമ്പിൽ ഇങ്ങനെ കാണുകയാ, അവരതിനെ കണ്ട് പേടിക്കുകയാ. നരകത്തിലേക്ക് എറിയപ്പെട്ടാൽ അവിടെ കിട്ടുന്നതെന്താ മുഅ്മിനേ? കുടിക്കാൻ കൊടുക്കുന്നത് ഹമീമല്ലേ, മുള്ളു ഭക്ഷണമല്ലേ? ഇല്ലാ ഹമീമം വഗസ്സാഖാ ജസാഅൻ വിഫാഖാ.
പരിശുദ്ധമായ ഖുർആനല്ലേ ഓർമ്മപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, ചുട്ടുപഴുത്ത വെള്ളമാണല്ലോ, അത് കുടിക്കുമ്പോഴേക്ക് ഉള്ളു ഉരുകി ഒലിക്കുകയാണല്ലോ. വിശന്നിട്ട് വല്ലാതെ ബേജാറ് പറയുമ്പോ അവർക്ക് കഴിക്കാൻ നൽകുന്നു. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, ചീഞ്ചലമാ നൽകുന്നത്. കുടിക്കാൻ നരകക്കാരിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന രക്തവും ചലവുമാ നൽകുന്നത്. അഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് അല്ല, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ് അനുഭവിക്കാൻ കഴിയൂല, രുചിക്കാൻ കഴിയൂല. ചിലര് പറയും നരകത്തിൽ കടന്നിട്ട് ശിക്ഷ അനുഭവിച്ചാൽ സ്വർഗത്തിന് പോകാമല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗമല്ലേ മുഅ്മിനിന് എന്ന്. മോനെ, ഒരു ലഹള അനുഭവിക്കാൻ കഴിയൂല, രുചിക്കാൻ കഴിയൂല. അല്ലാഹു ഖുർആനിൽ നരകത്തെ കുറിച്ച് പറഞ്ഞ ഇടത്തെല്ലാം ഉപയോഗിച്ചത് അദാബുൻ അലീം, അദാബുൻ മുഹീൻ, അദാബുൻ അദീം. വേദനാജനകമായ ശിക്ഷയാണെന്നാണ്, വണ്ണമായ ശിക്ഷയാണെന്നാണ്. അല്ലാഹു ചെറുതാക്കി പറഞ്ഞ ഒരു ഇടവുമില്ല മുഅ്മിനേ. അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് അവസാനത്തെ 10 കടന്നു വരുമ്പോ പ്രത്യേകമായിട്ട് നരകത്തെ തൊട്ട് കാവല് ചോദിച്ചോ എന്ന് പറഞ്ഞത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നമ്മൾ ചൊല്ലിയില്ലേ, നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ റബ്ബേ. അദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ, എന്നെ സ്വർഗത്തിലേക്ക് കടത്തണേ തമ്പുരാനെ. പേടിയോടുകൂടെ കാണണേ മുഅ്മിനേ. ഈ അവസാന സമയം ഞാൻ നിങ്ങളിലേക്ക് അതൊന്ന് ബോധം തരാനാ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. അതിന്റെ തട്ടുകൾ 7 എണ്ണമാ. സ്വർഗത്തിന്റെ കവാടം 8, നരകത്തിന്റെ കവാടം 7. അതിനെ കാക്കുന്ന മലക്കുണ്ട്. അവര് വല്ലാത്ത സ്വഭാവമുള്ളവരാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കടുകടുപ്പമുള്ളവരാണ്, പരുപരുക്കൻ സ്വഭാവമുള്ളവരാണ്. ഇളവ് നൽകൂല, ദയ തോന്നൂല. ആർത്തു കരഞ്ഞാലും അവര് വിടൂല. അള്ള ഏൽപ്പിച്ച പണി ഒരിഞ്ചു മാറാതെ ചെയ്യുന്നവരാണവര്. മാലിക് അലൈഹിസ്സലാം അതിന് നരകത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ ലീഡറാണ്. ഇസ്റാ മിഅ്റാജിന്റെ അന്ന് കണ്ടില്ലേ മുത്തുനബി, എന്തേ ജിബ്രീലേ ഈ മലക്ക് എല്ലാരിൽ നിന്നും വ്യത്യസ്തനായിട്ട് എന്നോട് ചിരിക്കാത്തത്? എല്ലാരും എന്നോട് ചിരിച്ചിട്ടാ അഭിസംബോധനം ചെയ്യുന്നത്, ഈ മലക്കിന് ചിരിയില്ലല്ലോ, എന്തേ ജിബ്രീലേ എന്ന്. നബിയേ, അത് മലക്ക് മാലിക് അലൈഹിസ്സലാമാണത്. നരകത്തെ തൊട്ട് നരകത്തെ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. നരകം പടച്ചത് മുതൽ പിന്നെ ചിരിച്ചിട്ടില്ല നബിയേ. മുഅ്മിനേ, നരകം കണ്ടിട്ട് ഭയാനതന്റെ ഭവിഷ്യത്തും അതിന്റെ വണ്ണതയും മനസ്സിലാക്കി ചിരി നഷ്ടപ്പെട്ടു പോയവരാ. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറ. അല്ലാഹു തആല പറയാണ്, മോനെ, ശിക്ഷയുടെ കടുപ്പം എത്രയെന്നറിയോ? നിന്റെ ശരീരത്തിൽ പുതുതായി ഇങ്ങനെ തൊലികൾ വരികയാണ്. ഒരു തൊലി കഴിഞ്ഞാൽ വീണ്ടും പുതിയ തൊലി വരികയാണ്. അതിങ്ങ് കരിഞ്ഞു കഴിയുമ്പോഴേക്ക് അടുത്ത പുതിയ തൊലി വരികയാണ്. മരണമില്ലാത്ത ലോകമാ. മരണം അല്ലാഹു തആല ഒരു ആടിന്റെ കോലത്തിൽ കൊണ്ടുവന്ന് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ വെച്ചിട്ട് അതിന് അറിവ് നടത്തുന്നുണ്ട്. അതോടുകൂടെ മരണം കഴിഞ്ഞുപോയി. ഇനി ഒരാളും സ്വർഗത്തിലും മരിക്കൂല, നരകത്തിലും മരിക്കൂല. ശാശ്വതമാ. എത്ര വർഷമാ? കോടി
വർഷമാണോ? അല്ല, ഞാൻ എന്റെ ജീവിതാവസാനം വരെ കോടി എന്ന് പറഞ്ഞാൽ എത്രയാണോ അത്രയാണോ? അല്ല, എത്ര കാലമാ മോനെ കിടക്കേണ്ടത്? സ്വർഗമാണെങ്കിൽ എത്രയാ ആസ്വദിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യൗമ നഖൂലു ലി ജഹന്നം ഹലിം തലഅതി വ തഖൂലു ഹൽ മിൻ മസീദ്. നരകമേ, മതിയായോ നിനക്ക്? നിന്റെ വയറ് നിറഞ്ഞോ എന്നാണ് ചോദ്യം. നരകം പറയും അല്ലാഹ് വ തഖൂൽ, നരകം പറയും അത്രേ ഹൽ മിൻ മസീദ്, ഇനിയുണ്ടെങ്കിൽ വന്നോട്ടെ എന്നാണ്, ഇനിയുണ്ടെങ്കിൽ പോന്നോട്ടെ എന്നാണ്. നിറയൂല, ഫില്ലായിട്ട് സ്ഥലമില്ലാതിരിക്കൂല. ആഴം അത്ര ഭയാനകമാണ്. 70,000 വർഷം ഒരു കല്ലിട്ടാൽ എത്തിച്ചേരുന്ന ദൂരമാ നരകത്തിന്റെ ആഴമുള്ളത്. മുഅ്മിനേ, അതിന്റെ കളറ് കറുപ്പാ, ചുവപ്പായിരുന്നു. പിന്നെ 1000 കൊല്ലം കത്തിച്ചപ്പോൾ അത് വെളുത്തതാണ്. വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോൾ അത് കറുത്തതാണ്. ഇരുട്ടാണ്. ദുനിയാവിലെ തീയിന് വെളിച്ചമുണ്ട്. അത് കത്തിച്ചാൽ ഇവിടൊക്കെ പ്രകാശമുണ്ടാകും. അത് കരിക്കുകയും ചെയ്യും, കൊല ചെയ്യുകയും ചെയ്യും. ദുനിയാവിലെ തീ അങ്ങനത്തെ തീയാണ്. എന്നാൽ നരകത്തിലെ തീയിന് വെളിച്ചമില്ല. അത് കരിച്ചിട്ട് മരിപ്പിക്കൂല. ഉരുകിങ്ങനെ ഒലിക്കും, വീണ്ടും പുതിയത് തരും, വീണ്ടും ഉരുക്കിക്കളയും. ഇതല്ലാതെ നിന്നെ മരിപ്പിക്കൂല. അത് കൂരിരുട്ടാണ്. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. ഈ കടമ്പ വിട്ട് കടക്കണ്ടേ? എന്താണ് നബിയെ ഈ കടമ്പ വിട്ട് കടക്കാനുള്ളത്? അത് പാവങ്ങളെ സഹായിക്കലാണ്, തൗബ ചെയ്യലാണ്, കരയലാണ്. നിന്റെ കണ്ണുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയലാണ്. 3 കണ്ണ് നാളെ കരയൂല, 3 കണ്ണ് നാളെ കരയൂല. ഐനുൻ ഗളത് അൻ മഹാരിമില്ലാ. ഞാൻ എന്റെ വാക്ക് ചുരുക്കാണ്. 3 കണ്ണുള്ളവർ നാളെ കരയൂല മുഅ്മിനേ. ആരാണവര്? ഒന്നാമത്തത് തെറ്റിനെ തൊട്ട് കണ്ണിനെ ചിമ്മിയവരാണ്. റമളാനായപ്പോ പേടിച്ചിട്ട് ഹറാമെന്നൊക്കെ മാറിയിട്ടുണ്ട്. സിനിമ റമളാനിൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയും, സീരിയലിന് ഞാനില്ല എന്ന് പറയും. എന്തെന്നെ റിലീസായാലും നമ്മളാ ഭാഗത്തേക്കില്ല എന്ന് റമളാനെ പിടിച്ചിട്ടുണ്ട്, കണ്ണിനെ ചിമ്മിയിട്ടുണ്ട്. റമളാൻ കഴിഞ്ഞു പിറ്റേന്ന് തന്നെ ഓൻ തുടങ്ങിയിട്ടുണ്ട് ഓന്റെ പഴയ സ്വഭാവം. എന്നും ഹറാമിനെ തൊട്ട് കണ്ണിനെ ചിമ്മാൻ കഴിയോ? തോന്നിവാസത്തെ തൊട്ട് കണ്ണടക്കാൻ കഴിയോ? അശ്ലീലങ്ങളിലേക്ക് കണ്ണിനെ പായിക്കാതെ സൂക്ഷിക്കാൻ കഴിയോ? നാളെ റബ്ബിന്റെ കോടതിയിൽ കരയൂല. ആ കണ്ണിന് കരച്ചിൽ വരൂല. വഅൈനുൽ സഹറത്ത് ഫീ ത്വാഅത്തില്ലാഹ്. ഉറക്കൊഴിഞ്ഞ കണ്ണുണ്ടല്ലോ. 27-ാം രാവില്, 29-ാം രാവില് ഇങ്ങനെ ഒറ്റയിട്ട രാവുകൾ വന്നപ്പോ ഇബാദത്തിനായി ചെലവഴിച്ച് ഉറക്കിനെ മാറ്റിവെച്ചവരുണ്ട്. അല്ലാഹു അവൻക്ക് വലിയ സലാമത്ത് നൽകുകയാണ്. നാളെ അവൻക്ക് കരയേണ്ടി വരൂല. 3-ാമത്തെ വിഭാഗം ഐനുൻ ബകത് ഫീ ജൗഫിൽ ലൈലി മിൻ ഖശിയത്തില്ലാഹ്. ഒറ്റക്കിരുന്നിട്ട് പടച്ചോനെ പേടിച്ചിട്ട് നല്ല രാവിലെ അത്താഴ സമയത്ത് എണീറ്റിട്ട് കരഞ്ഞവനാണ്. നെറ്റിത്തടം സുജൂദിൽ വെച്ചിട്ട് അമർത്തിയിട്ട് കണ്ണുനീരൊലിപ്പിച്ച് മുസല്ല നനച്ചവനാണ്. അവൻ നാളെ കുടുങ്ങൂല, വിഷമിക്കേണ്ടി വരൂല. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിലൊന്ന് സീറ്റ് വാങ്ങണം, നരകത്തിലൊന്ന് മോചനം തേടണം. ഭയാനകമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ളു തട്ടി തന്നെ കാവല് തേടണം. സ്വർഗം വിശാലമാ, അനുഗ്രഹങ്ങളുടെ കലവറയാ. മുത്തുനബിയുള്ള ലോകമാ, അമ്പിയാക്കളുള്ള ലോകമാ, എന്താഗ്രഹിച്ചാലും ലഭിക്കുന്ന ലോകമാ. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനബ
അഅനാബാ വകവാഇബ അത്റാബാ. ഖുർആൻ എത്ര സുന്ദരമായിട്ടാ സ്വർഗം പറഞ്ഞു തന്നത്. അത് മുത്തഖീങ്ങൾക്കുള്ളതാകട്ടോ. മുത്തഖീങ്ങളാണ് അവിടെ വസിക്കുന്നത് കേട്ടോ. അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും ലഭിക്കുന്നുണ്ട്. ഭക്ഷണം വേണോ, പെണ്ണു വേണോ, കൊട്ടാരം വേണോ, വാഹനം വേണോ, എന്തും അവിടെ രുചിക്കാം. ചിലതെല്ലാം ഇവിടുന്ന് മാറ്റിവെക്കേണ്ടതുണ്ട്. ഈ റമദാനിൽ നേടിയെടുത്ത നേട്ടം ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ. ഇത് റമദാനിയായി മാറല്ലേ. എന്നും ജീവിതത്തിൽ സുബഹി ദായിമാക്ക്, ഖളാ ആകാതെ നിസ്കരിക്ക്, റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയാൻ അത്താഴ സമയത്ത് എണീക്ക്. തഹജ്ജുദ് നീ ഒരു മാസം നീ പരീക്ഷിച്ചില്ലേ, പരിശീലനം നേടിയില്ലേ, ഇനിയും നിന്റെ ജീവിതത്തിൽ അത് പതിവാക്കാൻ കഴിയുന്നില്ലേ? രാത്രി ഒന്ന് എണീറ്റിട്ട് സുജൂദിൽ കിടന്ന് റബ്ബിന് വേണ്ടിയിട്ടൊന്ന് അവനെ പേടിച്ച് കരയാൻ കഴിയുന്നില്ലേ? റമദാൻ കൊണ്ട് നീ വിജയിക്കണ്ടേ? റമദാൻ കൊണ്ട് നമ്മൾ നേടിയ നേട്ടം നിലനിർത്തണ്ടേ? അവർക്കല്ലേ സ്വർഗമുള്ളത്, അവർക്കല്ലേ വിജയമുള്ളത്. ഇത് ഇന്നോ നാളെയോ തീരൂലേ മോനെ. എന്നെന്നും ജീവിക്കാനുള്ള ലോകം അവിടെയാണ്. അതുകൊണ്ട് അതിനു വേണ്ടി പണിയെടുക്കുക. അൽ കയ്യിസു മൻ അമില ലിമാ ബഅദൽ മൗത്ത്. ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? നാളത്തേക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണ്, നാളത്തേക്ക് വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ്. അതുകൊണ്ട് അധ്വാനിച്ചോ, സമ്പത്ത് കൊണ്ട് നേടിക്കോ, ആരോഗ്യം കൊണ്ട് നേടിക്കോ, സമയം കൊണ്ട് നേടിക്കോ. അള്ളാഹ് തന്നത് എന്തൊക്കെയുണ്ടോ എല്ലാം കൊണ്ടും നീ ആഖിറം വാങ്ങിക്കോ. അല്ലാഹുവേ, ഈ റമദാൻ ഞങ്ങൾക്കതിന് കാരണമാക്കണേ റഹ്മാനേ. ഇന്ന സ്വർഗം കൊണ്ട് വിജയിച്ചവരെ ഞങ്ങളെയും മഹലുകാരെയും പെടുത്തണേ അല്ലാ. ഇന്റെ ഭയാനകമായ ശിക്ഷയുടെ കേന്ദ്രം നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, കോടാനക്കോടി ആളുകളെ പരിശുദ്ധ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ സാധുക്കളായ ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തണേ അല്ലാ.